ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴിയെടുത്തു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരുന്നു മൊഴിയെടുപ്പ്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അതിജീവിത ഇന്ത്യൻ എംബസിയിലെത്തിയായിരുന്നു നടപടികൾ. ഹരിമോഹൻ ചേരുന്നു. ഹരിമോഹൻ, ഒന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടിയതിന് തൊട്ടു പിന്നാലെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകുകയാണോ? ഈ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്തത്, അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അതിൽ രഹസ്യമൊഴി എടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അവർ പുറത്തായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ എംബസിയിലെത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ, ഹരി? അരുൺ, നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചപ്പോൾ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് തന്നെ ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താത്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ തന്നെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നത് അതിജീവിത വിദേശത്താണുള്ളത്, നാട്ടിലേക്ക് വരാൻ ഭയമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ തന്നെ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറുന്നുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് വന്നാൽ എന്താകും അവസ്ഥ എന്നറിയില്ല, ഭയമുണ്ട് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി വഴി അന്വേഷണ സംഘം ഇതിന് പ്രത്യേക അനുമതി തേടിയത്. ഈ വീഡിയോ കോൺഫറൻസിംഗ് വഴി ആണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ഇന്നലെയായിരുന്നു രഹസ്യമൊഴി രേഖപ്പെടുത്തിയെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. വിദേശത്തുള്ള ഇന്ത്യൻ എംബസിയിൽ നേരിട്ട് അതിജീവിത എത്തിക്കൊണ്ട് അവിടെ വെച്ചാണ് ഈ വീഡിയോ കോൺഫറൻസിംഗ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് എന്നുള്ളത് കൂടിയാണ് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന. കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടം കൂടിയാണ് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ആ മൊഴിയിൽ തന്നെ, അതായത് പഴയ മൊഴിയിൽ തന്നെ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയിട്ടുള്ള പരാതിയിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അതിജീവിത അന്വേഷണ സംഘത്തെ അറിയിച്ചതിനെ തുടർന്നാണ് രഹസ്യമൊഴി അതിവേഗത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ എടുത്ത സമയം മാത്രമാണ് ഇത്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ രഹസ്യമൊഴി വീഡിയോ കോൺഫറൻസിംഗ് വഴി എപ്പോഴും രേഖപ്പെടുത്താറില്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അനുമതി തേടിക്കൊണ്ട് ഇന്ത്യൻ എംബസി വഴി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ആ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്തായാലും അതിജീവിത താൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള പരാതിയും ഒപ്പം തന്നെ മൊഴിയിൽ പറഞ്ഞ തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ക്രൂരമായി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം അന്വേഷണ സംഘത്തോടും അവർ ഇതേ കാര്യം തന്നെ വീണ്ടും ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് താൻ ഉന്നയിച്ചിട്ടുള്ള പരാതിയിൽ നിന്നും താൻ പറഞ്ഞിട്ടുള്ള മൊഴിയിൽ നിന്നും ഒന്നും തന്നെ താൻ പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് അതിജീവിത അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. ബലാത്സംഗം മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കയ്യിൽ നിന്ന് പണമടക്കം വാങ്ങി തന്നെ ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള അതേ കാര്യങ്ങളും അതിജീവിത ആവർത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയോടുകൂടി അടിയന്തര സ്വഭാവത്തോടെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു, പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പരമാവധി തെളിവ് ശേഖരണവും പൂർത്തീകരിച്ചിട്ടുണ്ട്. രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്ന് പറയുന്ന സാങ്കേതിക നടപടിക്രമവും ഈ കേസിലെ ഏറ്റവും നിർണായക ഘട്ടവും പൂർത്തീകരിക്കുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കടമ്പ. അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അതിവേഗത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ അതിജീവിതം നൽകിയിട്ടുള്ള മൊഴിയിൽ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലുള്ള ബലാത്സംഗം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ബലാത്സംഗം, ക്രൂരത ഒക്കെ തന്നെ വിവരിക്കുന്നുണ്ടായിരുന്നു. ആ മൊഴി അതിജീവിത പലതവണ അന്വേഷണ സംഘം ബന്ധപ്പെടുമ്പോഴൊക്കെ തന്നെ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതിന്റെ സാങ്കേതിക പ്രശ്നം കാരണം മാത്രമാണ് അത് നീണ്ടുപോയത്. ആദ്യത്തെ കേസിലും സമാനമായി രഹസ്യമൊഴി ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് പരാതി വന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് ആദ്യ ആഴ്ചയിൽ തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. രണ്ടാമത്തെ കേസിൽ മാത്രമാണ് രഹസ്യമൊഴിയുടെ കാര്യത്തിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. പക്ഷേ ആദ്യത്തെയും മൂന്നാമത്തെയും കേസിൽ ക്ലാരിറ്റി വരുത്തട്ടെ. ഈ 1, 2, 3 ഒക്കെ ഉണ്ടല്ലോ. ഇതിലിപ്പോ മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ വിദേശത്തുള്ള അതിജീവിതയാണ് ഇപ്പോൾ ഈ രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. തിരുവല്ലയിൽ വെച്ച് ആക്രമിക്കപ്പെട്ട അതിജീവിതയല്ലേ ഇത്? തീർച്ചയായിട്ടും വരും. അതായത് തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ടുള്ള അതിജീവിതയാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ വിദേശത്താണ്, ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ ഭയമുണ്ട് എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതിനെ തുടർന്നാണ് അവിടെയുള്ള ഇന്ത്യൻ എംബസിയിലെത്തി വീഡിയോ കോൺഫറൻസിംഗ് വഴി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇതേ കേസിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്തിടെ പോലീസ് അറസ്റ്റ് ചെയ്തതും പിന്നീട് രാഹുലിന് ജാമ്യം ലഭിച്ചതും എന്നുള്ളതാണ്. അതായത് ഈ 3 കേസുകളിൽ ഒരേ ഒരു കേസിൽ മാത്രമാണ് രാഹുൽ അറസ്റ്റിലായിട്ടുള്ളത്. അത് ഈ കേസിലാണ്.
ഈ കേസിൽ അറസ്റ്റിലായി ഏറെ ദിവസം ജയിലിൽ, അതായത് റിമാൻഡിൽ കഴിഞ്ഞു. ഇടയ്ക്ക് കസ്റ്റഡിയിൽ വാങ്ങി തിരുവല്ലയിലെ ഈ ഹോട്ടലിൽ എത്തിച്ചുകൊണ്ട് രാഹുലിനെ തെളിവെടുപ്പ് നടത്തി. ഇവർ രണ്ടുപേരും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം രാഹുലും സമ്മതിച്ചിരുന്നു തെളിവെടുപ്പിന്റെ സമയത്ത്. അതിജീവിത അതിനെക്കുറിച്ച് പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നില്ല അത്, അതായത് ഇവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു. ആ പരിചയത്തിന്റെ പുറത്ത് ആണ് പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. പക്ഷേ അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മുറിക്കകത്ത് വെച്ച് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടാകുന്നു, ക്രൂരമായിട്ടുള്ള ബലാത്സംഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ അതിനെ വാദിച്ചത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം ആണ് എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രോസിക്യൂഷന് അതിൽ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള തെളിവുകൾ, മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ അടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രാഹുൽ അത്രയും ദിവസം ജയിലിൽ കിടക്കാനുള്ള കാരണം. ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ രാഹുലിനുള്ള കുരുക്ക് മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അരുൺ.